10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ പാഠഭാഗത്തു നിന്ന് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. 10ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലേക്കുച്ച്. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോ. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബിക് കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികൾ പോർച്ചുഗീസുകാർ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഫത്തുൽ മുബീൻ രചിച്ചത് ഗാസി മുഹമ്മദ്. സാമൂതിരിയുടെ നാവികപ്പടയ്ക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാലിമരയ്ക്കാരുടെ ആസ്ഥാനം മരയ്ക്കാർ കോട്ട. പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം 1663. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാർ. ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ കുമാരസ്വാമി പിള്ള. മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപരിൽ പ്രമുഖൻ രാമയ്യൻ ദളവ. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രി മല്ലയ്യൻ ശങ്കരൻ. തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അറുമുഖം പിള്ള, ആദ്യ സർവ്വസൈന്യാധിപൻ കുമാരസ്വാമി പിള്ള, മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപരിൽ പ്രമുഖൻ രാമയ്യൻ ദളവ. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ചത് മല്ലയ്യൻ ശങ്കരൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം 1615. പാണ്ഡികശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത സ്ഥലമാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത സ്ഥലമാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ അഞ്ചുതെങ്ങും ആറ്റിങ്ങൽ കലാപവും തമ്മിൽ ബന്ധമുണ്ട്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഇത്?
വേണാട് ഉടമ്പടി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കുളച്ചൽ യുദ്ധം എന്നാണ്? 1741 കുളച്ചൽ യുദ്ധം. ആറ്റിങ്ങൽ കലാപം 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് 1792. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിച്ച ഉടമ്പടി നടന്ന വർഷം 1795. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ എതിർത്തതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മലബാറിൽ ബ്രിട്ടീഷുകാരെ എതിർത്തത് കേരളവർമ്മ പഴശ്ശിരാജ. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ. പഴശ്ശിരാജ അംഗമായിരുന്ന രാജകുടുംബം ഏതാണ്? കോട്ടയം രാജകുടുംബം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നാണ്? 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടത്. ഒന്നാം പഴശ്ശികലാപം 1793 തുടങ്ങി 1797 വരെയാണ്. രണ്ടാം പഴശ്ശികലാപം 1800 മുതൽ 1805 വരെയാണ്. 1805 ഡിസംബർ 30 അല്ല 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. കേരള സിംഹം, പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം. സർദാർ KM പണിക്കരുടെ മറ്റൊരു കൃതി നമ്മൾ നേരത്തെ പഠിച്ചു. അതേതാണ്? ഹിസ്റ്ററി ഓഫ് കേരള. ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കരാണ്. അതോടൊപ്പം തന്നെ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് ഏത്? കേരള സിംഹം. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായി പരാമർശിക്കുന്ന നോവൽ കേരള സിംഹം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവ. കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ പാലിയത്തച്ചൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാടാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരം കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കുളച്ചൽ യുദ്ധം 1741. പിന്നെ പറഞ്ഞത് ആറ്റിങ്ങൽ കലാപം 1721. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 1805. പഴശ്ശി രാജാവ് മരണമടഞ്ഞത് 1705. വധിക്കപ്പെട്ടത് 1705 നവംബർ 30. ഇനി കുണ്ടറ വിളംബരം 1809 ജനുവരി 11. 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം. വേലുത്തമ്പി ദളവയുടെ ശവശരീരം കെട്ടിത്തൂക്കിയത് കണ്ണൻമൂല, തിരുവനന്തപുരം. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയ സ്ഥലം മദ്രാസ്.
തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയവ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? മദ്രാസ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. കേരളത്തിൽ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത എവിടം മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ ടു തിരൂർ. മലബാറിലെ കൃഷിക്കാർ, ജന്മിമാർ, നാടുവാഴികൾ, ബ്രിട്ടീഷുകാർ എന്നിവർക്കെതിരെ നടത്തിയ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ. മലബാറിലെ കൃഷിക്കാർ, ജന്മിമാർ, നാടുവാഴികൾ, ബ്രിട്ടീഷുകാർ എന്നിവർക്കെതിരെ നടത്തിയ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ഇതാണ് ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയാന്മ നിയമം നടപ്പിലായ വർഷം 1929. മലബാർ കുടിയാന്മ നിയമം നടപ്പിലായത് 1929. മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനും ലോഗൻ കമ്മീഷനാണ്. മലബാർ കുടിയാന്മ നിയമം 1929. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം 1921. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാർ. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് T.L. സ്ട്രേഞ്ച്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത് ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് T.L. സ്ട്രേഞ്ച്. പണ്ടാരം വകഭൂമി എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? സർക്കാർ ഭൂമിയാണ് പണ്ടാരം വകഭൂമി. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. പണ്ടാരപ്പാട്ട വിളംബരം 1865. മലബാർ കുടിയാന്മ നിയമം 1929. പണ്ടാരപ്പാട്ട വിളംബരം 1865. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് 1896 പാസാക്കിയ നിയമമാണ് ജന്മി കുടിയാൻ നിയമം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കൊനോലിയാണ്. 1500 ഏക്കറോളം കൊനോലി വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് അറിയപ്പെടുന്നത് കൊനോലി പ്ലോട്ട് എന്ന പേരിലാണ്. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴയാണ്. 1859 കേരളത്തിൽ ആദ്യമായി കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ്? ആലപ്പുഴ. വർഷം 1859. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. മലബാർ കുടിയാന്മ നിയമം 1929. മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് T.L. സ്ട്രേഞ്ച് ആണ്. പണ്ടാരം വക ഭൂമി എന്നറിയപ്പെടുന്നത് സർക്കാർ ഭൂമിയാണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865. കൊച്ചിയിൽ കുടിയാന്മ നിയമം നിലവിൽ വന്നത് 1914. ബീഡി വ്യവസായം വളർന്നു വന്ന പ്രദേശമാണ് കണ്ണൂർ. അതുപോലെ ഓട്ടു കമ്പനികൾ ഉയർന്നു വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. തൃശ്ശൂർ ജില്ലയിലെ ഫറോക്ക്, കൊല്ലം, പിന്നെ ഒല്ലൂർ, കൊല്ലം ജില്ല, ഈ സ്ഥലങ്ങളിലാണ് ഓട്ടു കമ്പനികൾ ഉയർന്നു വന്നത്. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ച സ്ഥലങ്ങളാണ് കണ്ണൂർ, കോഴിക്കോട്. 20-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പുനലൂർ പേപ്പർ മിൽ. പുനലൂർ പേപ്പർ മിൽ എവിടെയാണ്? കൊല്ലം. എറണാകുളത്തെ കളമശ്ശേരിയിലെ ഫാക്ട്, FACT, ഫാക്ട് എവിടെയാണ്? എറണാകുളം. കുണ്ടറ സിറാമിക്സ്, കൊല്ലം. റബ്ബർ വർക്ക്സ്, തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ്, കൊച്ചി. അളഗപ്പ തുണിമിൽ, കൊച്ചി.
മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ആരാണ്? ജെസ്യൂട്ട് മിഷണറിമാർ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് പാതിരി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ അർണോസ് പാതിരി. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പി എൻ പണിക്കർ. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പി എൻ പണിക്കർ. നമ്മൾ നേരത്തെ ഒരു പണിക്കരെ പറ്റി പറഞ്ഞു, അതേതാണ്? കെ എം പണിക്കരാണ്. കെ എം പണിക്കർ എന്താണ്? ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് കെ എം പണിക്കരാണ്. അതോടൊപ്പം തന്നെ പഴശ്ശിരാജയെക്കുറിച്ച് കേരളസിംഹം എന്ന നോവൽ രചിച്ചതും കെ എം പണിക്കരാണ്. ഇപ്പോൾ പറഞ്ഞത് പി എം പണിക്കർ. പി എം പണിക്കർ എന്താണ്? കേരള ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പി എൻ പണിക്കരാണ്. പഴശ്ശിരാജ എഴുതിയത് കെ എൻ പണിക്കരാണ്. കേരള ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പി എൻ പണിക്കരാണ്. ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. ഇനി മിഷണറി സംഘം പ്രവർത്തന മേഖല ഏതൊക്കെയാണെന്ന് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല കൊച്ചി. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ്? തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി മലബാർ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ആദ്യ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യ പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസമാചാരം, പശ്ചിമോദയം. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ പുറത്തിറക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം തലശ്ശേരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായി. ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാ സ്ത്രീകൾക്ക് ലഭിച്ച വർഷമാണ് 1859. മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിനു മുന്നിൽ. വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് ആരുടെ വരികളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കൃതിയിലെ വരികളാണിവ. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ശ്രീനാരായണൻ്റെ ഏത് കൃതിയിലെ വരികളാണിവ? ആത്മോപദേശ ശതകം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വ സമ്മേളനം വിളിച്ചുകൂട്ടിയത് ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്
TK മാധവൻ. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ സവർണജാഥ. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പൻ. ഇനി പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അവയുടെ കർത്താക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ആരൊക്കെയാണെന്ന് നോക്കാം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമസഭ VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പു. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായ നേതാവ് P. കൃഷ്ണപിള്ള. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരവും പുറപ്പെടുവിച്ചത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട്. അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. ഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ഷൗക്കത്ത് അലി. ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത് 1920. ഗാന്ധിജി രണ്ടാമതായി കേരള സന്ദർശനം നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1925. ഗാന്ധിജി മൂന്നാമതായി കേരള സന്ദർശനം നടത്തിയത് 1927. ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി നാലാമതായി കേരള സന്ദർശനം നടത്തിയത് 1934. ഗാന്ധിജി അവസാനമായി കേരള സന്ദർശനം നടത്തിയത് 1937. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. മലബാർ കലാപം നടന്ന വർഷം 1921. പയ്യന്നൂർ ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത് K. കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം 1939. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സമയത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ EMS, AK. ഗോപാലൻ, P. കൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS. ആദ്യ പത്രാധിപർ EMS നമ്പൂതിരിപ്പാട്.
ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് V.A. കേശവൻ നായർ. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച 27 പേരെ ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവം അറിയപ്പെടുന്നത് കീഴരിയൂർ ബോംബ് കേസ്. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളിയാണ് പണ്ഡിറ്റ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത് പാലക്കാടാണ്. INC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ് 1897 അമരാവതി സമ്മേളനം. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പിച്ച് പ്രകടിപ്പിച്ച അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും. ചേറ്റൂർ ശങ്കരനാരായണന്റെ കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാർ TH ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ സമർപ്പിച്ച കമ്മീഷനാണ് VRN നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെട്ട എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവി ഹിച്ച്കോക്ക്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ GP പിള്ള. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 10,000-ലധികം പേർ ഒപ്പിട്ട് മഹാരാജാവിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ T. രാമറാവു, ഈഴവ മെമ്മോർ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാടുകടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രസ്ഥാനമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 രൂപം കൊണ്ടത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സംഭവമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. വയലിൻ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P. കേശവദേവ് രചിച്ച നോവലാണ് ഉലയ്ക്ക. ദിവാനായ ഷൺമുഖൻ ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം
1936 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടയായ സമരം ഇലക്ട്രിസിറ്റി സമരം. കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാക്കുന്നതിന് കാരണമായത് കൊച്ചി പ്രജാമണ്ഡലം. കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിനു വേണ്ടി രൂപം കൊണ്ട സംഘടന കൊച്ചി രാജപ്രജാമണ്ഡലം. കൊച്ചി രാജപ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ. കൊച്ചി രാജപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ AFW ഡിക്സൺ. അപ്പോൾ എന്താണ് കൊച്ചി പ്രജാമണ്ഡലം? കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാകുന്നതിന് കാരണമായത് കൊച്ചി പ്രജാമണ്ഡലമാണ്. കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിനു വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജപ്രജാമണ്ഡലം. 1941 ജനുവരി 26 രൂപം കൊണ്ട് ഇരിങ്ങാലക്കുടയാണ് സമ്മേളനം നടന്നത്. ആദ്യ സെക്രട്ടറി VR കൃഷ്ണനെഴുത്തച്ഛൻ. കൊച്ചി രാജപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ AFW ഡിക്സൺ. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടത് എന്താണ്? മഹിളാ സമ്മേളനം ചേർന്ന വർഷമാണ് 1931. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിലാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളുവമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായി തൻ്റെ ആഭരണങ്ങൾ മുഴുവനും ഗാന്ധിജിക്ക് നൽകിയ 16-കാരി കൗമുദി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത അക്കാമ ചെറിയാൻ. അടുത്തത് ഐക്യകേരളത്തിലേക്ക്. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബാരിസ്റ്റർ T പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ T പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്ന കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നെഹ്റു. ഐക്യകേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ച വർഷം 1946. KPCC ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് KP കേശവമേനോൻ. ഐക്യകേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ പ്രജാസമ്മേളനത്തിൽ. 1928 നാട്ടുരാജ പ്രജാസമ്മേളനം നടന്നത് എറണാകുളത്താണ്. ആദ്യ ഐക്യകേരള കൺവെൻഷൻ നടന്നത് 1947 തൃശ്ശൂരിൽ. 1947 ഐക്യകേരള കൺവെൻഷൻ അധ്യക്ഷൻ K കേളപ്പൻ. ഐക്യകേരള പ്രമേയത്തെ തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗ്രന്ഥം 1.25 കോടി മലയാളികൾ.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് താലൂക്കുകൾ. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് താലൂക്കുകൾ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് താലൂക്കുകൾ. കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങൾ കാസർഗോഡ്, ഹോസ്ദുർഗ്. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. കേരളത്തോട് ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ്. കൂട്ടിച്ചേർത്തത് കാസർഗോഡ്, ഹോസ്ദുർഗ്. കേരളം വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് താലൂക്കുകൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണിത്.